ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് 3 എക്സസൈസുകൾ നമ്മൾ ചെയ്തു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നാൽ മതി, നമുക്കവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSSൻ്റെ അനിമേഷൻസിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മൾ CSS യൂസ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റിന് ഡിസൈൻ കൊടുക്കാനും അതിന് ലേ ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസീവ്നെസ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു അനിമേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി CSS അനിമേഷൻസിൻ്റെ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ട്രാൻസിഷൻ എന്ന് പറയുന്നതും പിന്നെ ഒരെണ്ണം നടന്ന് ശരിക്കുള്ള ഒരു അനിമേഷൻ ഒരു രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 2 പരിപാടിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു അനിമേഷൻ എങ്ങനെ ചെയ്യണമെന്നും അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നീടാണെങ്കിലും നമുക്ക് CSSൻ്റെ കുറേ ഫ്രെയിം വർക്കുകളുണ്ട് അനിമേഷൻസിന് വേണ്ടിയിട്ട്, അതുപോലെ ജാവാസ്ക്രിപ്റ്റിൻ്റെ അനിമേഷൻ ഫ്രെയിം വർക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിലാണ് അത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ, നമുക്ക് നോക്കല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മൾ ചെറിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ലൈവ് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഡിവ് മാത്രമേ ഉള്ളൂ, ഒരെണ്ണം റാപ്പർ പിന്നെ ഒരു ബോക്സ് എന്ന് പറഞ്ഞ ഡിവ്. ഇതിൻ്റെ രണ്ടിനും ചെറിയൊരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിന് 500 പിക്സൽ വെച്ചിട്ട് ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ ഗ്രേ കളറിൽ കാണുന്നത്. പിന്നെ ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിനൊരു വിഡ്ത്ത് 100 പിക്സലും ഹൈറ്റ് 100 പിക്സലും ബോർഡർ റേഡിയസ് 50%, അതായത് സർക്കിളിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ റെഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ രീതിയിലുള്ള ഒരു ചെറിയൊരു സംഗതി നമ്മളോട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ആ ഒരു അനിമേഷൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അനിമേഷൻ്റെ ആ ഒരു കറക്റ്റ് ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയൊരു അനിമേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ ക്ലിക്കാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഇതിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. കാരണം നല്ല രസമാണ് നമുക്ക് ഓരോന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ചില വെബ്സൈറ്റിൽ ബട്ടൺ ഹോവർ ചെയ്യുമ്പോൾ ബട്ടൺ ഇങ്ങനെ കയറി വരാം, അല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുക, അതൊക്കെ നമുക്ക് CSS യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് കൂടെ ജസ്റ്റ് ഒന്ന് റെഫറൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഒന്ന് ട്രാൻസിഷൻസും ഒന്ന് അനിമേഷൻസും. അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസിഷൻ നോക്കാൻ പോകുന്നത്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് ട്രാൻസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു ഹോവർ പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. അതായത് ഈ റാപ്പറിനെ ഹോവർ ചെയ്യുമ്പോൾ, അതായത് ഈ ബോക്സിനെ ഹോവർ ചെയ്യുമ്പോൾ എനിക്ക് ഈ പറയുന്ന ഈ സർക്കിളിലുള്ള ഡിവിനെ പ്രോപ്പർട്ടീസ് മാറ്റണം. അതായത് ഡോട്ട് റാപ്പറിൽ എനിക്കൊരു ഹോവർ സ്യൂഡോ ക്ലാസ് കൊടുത്താൽ എനിക്ക് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റണം. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ, മാറ്റണം എന്നുണ്ടെങ്കിൽ. എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആക്കണം. അപ്പോൾ എന്തുണ്ടാവും, ഞാൻ ഹോവർ ചെയ്യണ വഴി അത് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനായി. ഓക്കെ, എനിക്കിനി ഇതിൽ പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്കെയില്, അതിൻ്റെ ആ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കെയിൽ ഒരു 2 സ്കെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, ഞാൻ ഹോവർ ചെയ്യണ വഴി അത് വലുതായി, സ്കെയിൽ കൂടി. അപ്പോൾ അതൊക്കെ മാറ്റം പിടിക്കാനാണ് നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു CSS പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യണത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലേറ്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് ത്രൂ എക്സ് ആക്സിസ്, പിന്നെ Y ആക്സിസ് ഉണ്ട്, പിന്നെ Z ആക്സിസ് ഉണ്ട്, പിന്നെ 3D ഉണ്ട്, കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ് ആക്സിസിൻ്റെ ആ ഇതിന് എടുത്തേക്കണം. ഇതിൽ ഞാനിപ്പോൾ ഒരു 100 പിക്സൽ എനിക്ക് എക്സ് ആക്സിസിലൂടെ ഫോർവേഡായിട്ട് പോകണം. 100 പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോവർ ചെയ്യുമ്പോൾ 100 പിക്സൽ അതിൻ്റെ പൊസിഷനിൽ നിന്ന് നീങ്ങി. അപ്പോൾ എനിക്കിവിടെ മുട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 500 പിക്സലാണ് മൊത്തത്തിൽ വരുന്ന വിഡ്ത്ത് അല്ലേ. പക്ഷേ എനിക്ക് 100 പിക്സൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 400 പിക്സലിൽ നിന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആ ഒരു മൂല വന്നിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഹോവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റായ ഈ ഒരു പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് ഇവിടത്തേക്ക് എത്തി. ഓക്കെ, അവിടെ എത്തുന്ന സമയം കൊണ്ട് ഈ 2 പ്രോപ്പർട്ടിയാണ് അവിടെ മാറിയത്. മനസ്സിലായോ? ഒന്ന് അതിൻ്റെ പൊസിഷൻ മാറ്റി, 2 അതിൻ്റെ കളർ മാറ്റി അല്ലേ. റെഡായിരുന്നു, അത് ഗ്രീനായി. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് മാറേണ്ടത് അല്ലേ, പെട്ടെന്നാണ് മാറേണ്ടത്. അതിനൊരു ഭംഗിയില്ല കാണാനായിട്ട്, അല്ലെങ്കിൽ ഒരു പോണ രീതി മനസ്സിലാവണില്ലേ. അപ്പോൾ അവിടെയാണ് നമുക്ക് ട്രാൻസിഷൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയുടെ യൂസേജ് വരുന്നത്. അതായത് ഇതിൻ്റെ ബേസ് ഏത് എലമെൻ്റാണോ അത് മാറണത്, അതിൻ്റെ ഇനീഷ്യൽ കൊടുത്തിരിക്കുന്ന സ്റ്റൈലിൽ നമുക്ക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം, ട്രാൻസിഷൻ പ്രോപ്പർട്ടി. അപ്പോൾ ട്രാൻസിഷൻ പ്രോപ്പർട്ടി ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസിഷൻ പ്രോപ്പർട്ടിയിൽ തന്നെ 2-3 രീതിയുണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രാൻസിഷൻ ഡിലേ, അതായത് എത്ര സമയത്തിന് ശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ട്രാൻസിഷൻ ഡ്യൂറേഷൻ, എത്ര സമയം കൊണ്ടാണ് ആ ട്രാൻസിഷൻ തീർക്കേണ്ടത്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ട്രാൻസിഷൻ പ്രോപ്പർട്ടി. ട്രാൻസിഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മളോട് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ഒന്ന് ബാക്ക്ഗ്രൗണ്ടും പിന്നെ ട്രാൻസ്ഫോമും അല്ലേ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ട്രാൻസ്ഫോമാണ് നമ്മൾ മാറ്റുന്നത്. നമുക്ക് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മാത്രം ഞാൻ ട്രാൻസിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് എല്ലാ പ്രോപ്പർട്ടിയും കൊടുക്കണം എന്നുള്ളത് പറയാം. നമുക്കിനി ഓരോന്നോരോന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ട്രാൻസിഷനിലെ പ്രോപ്പർട്ടി, എന്ത് പ്രോപ്പർട്ടിയാണ് എനിക്ക് ട്രാൻസിഷൻ കൊടുക്കേണ്ടത്? അതിന് മുമ്പ് ട്രാൻസിഷൻ്റെ ഒരു ഡ്യൂറേഷൻ കൊടുക്കാം. വലിയ വ്യത്യാസം കാണിച്ചു തരും. അതായത് എത്ര സമയം കൊണ്ട് തന്നെ ട്രാൻസിഷൻ നടക്കണം. ഞാനിപ്പോൾ ഒരു 1 സെക്കൻഡ് കൊടുത്തു. ഇനി ഞാൻ ഹോവർ ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടാ 1 സെക്കൻഡ് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടികൾ മാറ്റം വരുന്നത്. 1 സെക്കൻഡ് കൊണ്ട്. ഞാനിപ്പോൾ ഒരു 3 സെക്കൻഡ് കൊടുത്താലോ, 3 സെക്കൻഡ് എടുത്തിട്ടാണ് അതങ്ങനെ മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ഞാൻ ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ, ട്രാൻസിഷൻ ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 സെക്കൻഡ് ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ഡിലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ട്രാൻസിഷൻ പ്രോപ്പർട്ടി എടുക്കാം. ട്രാൻസിഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2 പ്രോപ്പർട്ടിയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ഡീഫോൾട്ടായിട്ട് എല്ലാ പ്രോപ്പർട്ടിയും എഫക്റ്റ് ആവും. പക്ഷെ നമുക്ക് ഒരു പ്രോപ്പർട്ടി മാത്രം എഫക്റ്റ് ആയാൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാത്രം എഫക്റ്റ് ആയാൽ മതി എന്നുണ്ടെങ്കിലോ, ആ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി പെട്ടേന്ന് പോയി. അത് കാരണം നമ്മളത് ട്രാൻസിഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ കളറിന് 3 സെക്കൻഡ് ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 സെക്കൻഡ് എടുത്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറുന്നത്. പക്ഷേ ഈ പറയുന്ന പ്രോപ്പർട്ടി ഇൻസ്റ്റൻ്റിലാണ് ആക്ടിവേറ്റ് ആവുന്നത്. പക്ഷെ ഇവിടെ ഓൾ കൊടുത്താലോ 2 പ്രോപ്പർട്ടിയും അതനുസരിച്ച് മാറുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ പിന്നെ അത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് പിന്നെ ഹോവർ മാറ്റവും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റുക. ട്രാൻസിഷൻ കൊടുക്കേണ്ട രീതിയിൽ ഇങ്ങനെയാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്കൊരു മിനിമലായിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് രീതികളിൽ മാത്രം. അതുപോലെ തന്നെ ട്രാൻസിഷനിൽ വേറൊരു പ്രോപ്പർട്ടി എന്നിട്ടെന്ന് വെച്ചാൽ, ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ടൈമിംഗ് ഫംഗ്ഷൻ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ ലീനിയർ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിക്കോളട്ടാ, ഞാനിവിടെ ഹോവർ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് അതങ്ങനെ പോണത് അല്ലേ? കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് പോണത് ഞാൻ ഹോവർ ചെയ്യുമ്പോൾ, കണ്ട. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഈസ് ഇൻ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈസ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും അത് തുടങ്ങണതും അത് അവസാനിക്കുന്നതും, അതിൻ്റെ സ്പീഡ്. ഞാനേ 3 സെക്കൻഡ് മാറ്റി 1 സെക്കൻഡ് ആകട്ടെ കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? ആ ഒരു മൂവ്മെൻറ്റ് കണ്ടില്ലേ? വ്യത്യാസം തന്നെ കണ്ടില്ലേ? അപ്പോൾ അതിനെയാണ് ടൈമിംഗ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലീനിയർ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണതും എൻഡ് ചെയ്യണതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റി കളിക്കാനൊക്കെ പറ്റും. അത് മാറ്റി കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഡെവ് ടൂൾസിലേക്ക് പോയിട്ട് നമ്മളിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ആ ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ റാപ്പറിന് കൊടുത്തിരിക്കുന്ന ഓവർ സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ, ബോക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലീനിയർ എന്ന് പറഞ്ഞൊരു ഇത് കാണുന്നില്ലേ? ലീനിയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നില്ലേ? ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോകുന്ന ഇതിപ്പോൾ ലീനിയറാണ് ഈ ഗ്രാഫ്. ഇത് കുറച്ച് ചിലവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. അത് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താ പറയുക, ഒന്ന് ഓൾട്ടർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്പീഡ് ഇപ്പോൾ വ്യത്യാസം വന്ന് കണ്ടില്ലേ? തുടക്കം വളരെ പയ്യെ, പിന്നെ ഒരൊറ്റക്കയറ്റം ആ രീതിയിൽ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എങ്ങനെ പോകണമെന്നുള്ളതിൻ്റെ ഒരു പ്രിവ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഈ സാധനം കൊണ്ട് കോപ്പി ചെയ്തിട്ട് ഈ ലീനിയറിന് പകരം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താണല്ലോ, കണ്ടില്ലേ? ആ രീതിയിൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റൈൽ നമുക്ക് വ്യത്യാസം വരുത്താമെന്ന് മാത്രം. ഓക്കെ, അതിനെ ടൈമിംഗ് ഫംഗ്ഷൻ എന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ വ്യത്യാസം വരുത്തുന്നതാണ് നമുക്ക് ഈ ക്യൂബിക് ബേസിയർ എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രാൻസിഷനിൽ ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു രീതി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ കുറച്ചും കൂടി അനിമേഷൻ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസിഷൻ പോരാ, അനിമേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ആ അനിമേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അനിമേഷൻ എന്ന് പറഞ്ഞ രീതി. അപ്പോൾ ഇവിടെ ഹോവർ ഞാൻ കമൻറ്റ് ചെയ്തിടാം. എന്നിട്ട് അനിമേഷൻ കൊടുക്കണത് ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. അനിമേഷൻ കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ആദ്യം തന്നെ അനിമേഷൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അനിമേഷൻ, ഇപ്പോൾ ട്രാൻസിഷൻ നമ്മൾ കണ്ടില്ലേ? ട്രാൻസിഷൻ ഡ്യൂറേഷൻ, ട്രാൻസിഷൻ പിന്നെ ടൈമിംഗ് ഫംഗ്ഷൻ, ട്രാൻസിഷൻ ഡിലേ,
പിന്നെ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടി ഇതൊക്കെ നമ്മൾ കണ്ടുല്ലേ. അതുപോലെ തന്നെ അനിമേഷനും ഇത് ഇങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെന്ന് പറയുന്നത് അനിമേഷൻ നെയിമാണ്. നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അനിമേഷന് ഒരു നെയിം കൊടുക്കണം. ആ നെയിം വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു നെയിം കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. മൈ അനിമേഷൻ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു, സിമ്പിളായിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ട്രാൻസാക്ഷനിൽ കൊടുത്ത പോലെ അനിമേഷൻ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ അനിമേഷൻ ഡ്യൂറേഷൻ 1 സെക്കൻഡ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അനിമേഷൻ ഒന്നും വർക്ക് ചെയ്യില്ല, കാരണം ഞാൻ ഈ മൈ അനിമേഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ് കീ ഫ്രെയിംസ് നമ്മൾക്ക് മീഡിയ കുറേയൊക്കെ യൂസ് ചെയ്തില്ലേ, അതുപോലെ അറ്റ് കീ ഫ്രെയിംസ് വെച്ചിട്ടായിരിക്കും നമ്മളൊരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അറ്റ് കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനിമേഷൻ വർക്ക് ചെയ്യണതിൻ്റെ ഒരു ബേസിക് രീതി എങ്ങനെയാണ്, അതിന് കുറേ കീ ഫ്രെയിംസ് ഉണ്ടാവും. ഓരോ കീ ഫ്രെയിംസിലും എന്തൊക്കെ പ്രോപ്പർട്ടി എങ്ങനെയൊക്കെ മാറണമെന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കും. അപ്പോൾ ആ കീ ഫ്രെയിമിലെത്തുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അതനുസരിച്ച് മാറുമ്പോഴാണ് ഒരു അനിമേഷൻ വർക്ക് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു കീ ഫ്രെയിമിൽ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കീ ഫ്രെയിമിൽ എത്തുമ്പോൾ ഇത് ഇവിടെ വന്ന് നിൽക്കും. അടുത്ത കീ ഫ്രെയിമിൽ ഇവിടെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെയാണ് ആ ഒരു അനിമേഷൻ്റെ ബേസിക്കായിട്ട് വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഇതിൽ കൊടുക്കാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അറ്റ് കീ ഫ്രെയിം വെച്ച് തുടങ്ങുക, എന്നിട്ട് മൈൻ അനിമേഷൻ, അതായത് നമ്മൾ കൊടുത്ത പേര് വെച്ച് അനിമേഷൻ അത് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് തുറക്കുക. അപ്പോൾ ആക്ച്വലി ഇപ്പോഴാണ് നമ്മുടെ അനിമേഷൻ ഡിഫൈൻ ആയത്. പക്ഷേ ഇതിനുള്ളിൽ നമ്മൾ ഒരു കീ ഫ്രെയിമും കൊടുത്തിട്ടില്ല, എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 0% to 100% വരെ. അതായത് നമ്മുടെ ഒരു അനിമേഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം, അവസാനത്തെ സ്റ്റേജിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ് എൻഡിങ് മാത്രമല്ല, അതിൻ്റെ ഇടയിലുള്ള പെർസെൻറ്റേജ് കണക്കിനുള്ള കീ ഫ്രെയിംസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 100% എത്തുമ്പോൾ എൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയണത് ഇത് രണ്ടും ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് രണ്ടും ആയിരിക്കണം. നമ്മൾ ആ ഹോവറിൽ കൊടുത്ത പ്രോപ്പർട്ടീസ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഒരു സെക്കൻഡിനുള്ളിൽ നമ്മളിവിടെ കൊടുത്ത മൈ അനിമേഷൻ പ്രകാരം 100 സെക്കൻഡിലേക്ക് ബാക്ക്ഗ്രൗണ്ട് മാറി, ട്രാൻസ്ഫോം മാറി. റീലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാം, കണ്ടില്ലേ? പക്ഷേ അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് അനിമേഷൻ ഫിൽ മോഡ് എന്ന് പറയുന്നത്. ഫിൽ മോഡിൽ നമുക്ക് അതിൻ്റെ ഫോർവേഡ്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ചെന്ന് നിൽക്കും. ഓക്കെ, അതവിടെ ചെന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി. നമ്മളിപ്പോൾ ആകെ 100% നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിവിടെ വേഗം ഇവിടെ വന്ന് നിൽക്കുന്നത്. ആകെ അവസാനത്തെ പൊസിഷൻ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇതിലിനി ഈ ഫോർവേഡ് പോലെ തന്നെ അനിമേഷൻ ഐട്രേഷൻ കൗണ്ട് ഉണ്ട്. ഐട്രേഷൻ കൗണ്ട് എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം അത് ഐട്രേറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ 1 2 3 4 5 എന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നേരെയാണ്. ഈ ഡയറക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അനിമേഷൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് റിവേഴ്സ് നോർമലി. ഇപ്പോൾ ഇത് നോർമൽ സ്റ്റേജിൽ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളട്ടാ, 1 2 3 4 5 6 അങ്ങനെ കളിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ അതുപോലെ തന്നെ അനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലീനിയർ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ആ ഒരു ടൈമിംഗ് ഫംഗ്ഷൻ അനുസരിച്ച് അതിൻ്റെ അനിമേഷൻ മാറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 5 കൊടുത്തത് കൊണ്ടാണ് 5 എണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇൻഫൈനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കില്ല, ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കളിക്കണത് ഇതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചാണ് കളിക്കുന്നത്. ഈ പ്രോപ്പർട്ടീനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടീനെ ഓൾട്ടർ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 100% വില കൊടുത്തുള്ളൂ. നമ്മളിത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കണം നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് 0% എങ്ങനെയായിരിക്കണം എന്നുള്ളത്. 0% ഇപ്പോൾ എങ്ങനെയായിരിക്കുക, ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും. അതങ്ങനെ ഇരുന്നാൽ മതി, ഇങ്ങനെ ഇരുന്നാൽ മതി. പക്ഷേ നമ്മളൊരു 50%, അതായത് നടുക്കലത്തെ ട്രാൻസിഷൻ പോകുന്നതിൻ്റെ നടുക്കലത്തെ സ്റ്റേജിൽ എനിക്കിനി വേണ്ടത് ഇങ്ങനെ പോവുക. അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകണത് കേട്ടോ. ഇപ്പോൾ 50% ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആകെ 3 എണ്ണം കിട്ടുള്ളൂ. നമുക്കപ്പോൾ ഒരു 33% ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം, ട്രാൻസ്ഫോം കൊടുക്കാം. എന്നിട്ട് ഇത് 400 പിക്സൽ നോട്ടെ, ഇതൊരു ഓറഞ്ച് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 66%
അപ്പോൾ 0th പൊസിഷനിൽ ഇവിടെ നിൽക്കും. രണ്ടാമത്തെ 33ാമത്തെ ശതമാനം ആകുമ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് എക്സ് ഇവിടേക്ക് കൊടുക്കും. പക്ഷേ അടുത്തതിൽ 66% എനിക്ക് വരേണ്ടത് എക്സ് ആക്സിസിൽ ഇവിടെ വന്നിരിക്കണം, അതുപോലെ തന്നെ വൈ ആക്സിസിലും താഴേക്ക് വന്നിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ എക്സ് ആക്സിലും അങ്ങനെ തന്നെ, എന്നിട്ട് വൈ ആക്സിസിലും 400 പിക്സലിലേക്ക് കൊടുക്കണം. എന്നിട്ട് 100%ലേക്ക് വരുമ്പോൾ ഇത് ഇവിടെ തട്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കണം എന്നൊക്കെയാണ്. അടുത്തത് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ വൈ ആക്സിസ് മാത്രം 400%ലേക്ക് ഇരുന്നാൽ മതി. അപ്പോൾ വൈ ആക്സിസ് മാത്രം 400%ലേക്ക് ഇരുന്നു, പിക്സലിലേക്ക് ഇരുന്നു. കണ്ടില്ലേ? ഇപ്പോൾ ഇതിങ്ങനെ നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനിപ്പോൾ ആദ്യം റെഡ് ആയിരുന്നു, പിന്നെ അത് ഓറഞ്ചായി, പിന്നെ ഗ്രീനായി. ഇപ്പോൾ ഇവിടെ 1 സെക്കൻഡ് കൊടുത്തതാണ്, അതുകൊണ്ടാണ് വേഗം തീരുന്നത്. നമുക്കതൊരു 4 സെക്കൻഡ് കൊടുക്കാം. അപ്പോൾ അത് പയ്യെ പോകണമെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ കീ ഫ്രെയിംസാണ് സെറ്റ് ചെയ്തത്. അതായത് 0th പൊസിഷനിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, പക്ഷേ 33%-ൽ എനിക്ക് അത് ഈ പൊസിഷനിലേക്ക് വരണം. പോരാത്തതിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറണം. 66%, അതായത് അതിൻ്റെ 4/3 ഭാഗത്തിലേക്ക് എത്തുമ്പോൾ, ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ 3ാമത്തെ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് അതിൻ്റെ കളർ ഓറഞ്ചിന് തന്നെ ഇരുന്നാൽ മതി. പക്ഷേ അതിൻ്റെ ട്രാൻസ്ലേറ്റ് എനിക്ക് രണ്ടും എക്സ് ആക്സിസിൽ 400%, വൈ ആക്സിസിൽ 400% പിക്സൽ എന്നുള്ള രീതിയിൽ ഇരിക്കണം എന്ന് പറയും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ കീ ഫ്രെയിംസ് വർക്ക് ചെയ്യണത്. ഓക്കെ, ഇവിടെ ഓറഞ്ച് മാറ്റിയിട്ട് നമ്മളൊരു ബ്ലൂ ഇട്ട് കൊടുത്താലും അത് ആ റേഞ്ചിൽ വർക്ക് ചെയ്യും. ഓറഞ്ച് വന്നു, ബ്ലൂ വന്നു, ഗ്രീനിലേക്ക് പോയി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇനി ഇവിടെ ചെറിയൊരു സ്കെയിലും കൂടി കൊടുത്തു വെക്കാം. എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. സ്കെയിൽ ഒരു 1.8 കൊടുത്തു വയ്ക്കാം. അപ്പോൾ 66%-ൽ എത്തുമ്പോൾ സ്കെയിൽ കൂടി, പക്ഷെ അത് കുറഞ്ഞു, പിന്നെ കുറഞ്ഞു. മീൻസ് അത് ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന കീ ഫ്രെയിംസ് അനുസരിച്ചിട്ടായിരിക്കും ഇതിന് അനിമേഷൻസ് വരാൻ. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? അനിമേഷൻ നെയിം, അനിമേഷൻ ഡ്യൂറേഷൻ, ഫിൽം മോഡ്, ഇറ്ററേഷൻ കൗണ്ട്, ഡയറക്ഷൻ, പിന്നെ ടൈമിംഗ് ഫംഗ്ഷൻ. ഇപ്പോൾ ഈ ഓൾട്ടർനേറ്റ് പകരം ഫോർവേഡ്സ് ആണെങ്കിലോ ഇങ്ങനെ വന്നു, പിന്നെ നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ അത് മാറ്റാനാണ് നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ CSS അനിമേഷൻസ് ചെയ്യുക. ഒന്ന് ട്രാൻസിഷൻ യൂസ് ചെയ്ത്, പിന്നെ അനിമേഷൻസ് യൂസ് ചെയ്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞ പോലെ ഈ ടൈമിംഗ് ഫംഗ്ഷൻ ട്രാൻസിഷനിലാണേലും അനിമേഷനിലാണേലും നമുക്ക് ഇതിൻ്റെ ഡെവ് ടൂൾസ് യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈസ് ഇൻ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ലേ? അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ടൈമിംഗ് ഫംഗ്ഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ CSS അനിമേഷൻസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റുകളിൽ, പല വെബ്സൈറ്റിൽ കാണുന്ന അനിമേഷൻസ് കുറേ ക്രിയേറ്റ് ചെയ്യണത്. പക്ഷേ ഇതല്ലാതെ തന്നെ നമുക്ക് വേറെ ഫ്രെയിം വർക്കൊക്കെ യൂസ് ചെയ്ത്, ഇപ്പോൾ GSAP അല്ലെങ്കിൽ അനിമേജേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക്, പിന്നെ അനിമേറ്റ് CSS ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൽ അനിമേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ മുമ്പ് കണ്ട പോലെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വർക്ക് ഫ്ലോ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം നമ്മുടെ നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവൻറ്റ് കഴിയും. നാളെ നമ്മൾ ഡിപ്ലോയ് എങ്ങനെയാണ് ചെയ്യാം, അതായത് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റുകളൊക്കെ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മളൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ HTML CSS JavaScript യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റൊക്കെ എങ്ങനെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നാളെ നോക്കാൻ പോണത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.